ഇന്നത്തെ എപ്പിസോഡില് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അനീഷ് അനുമോള് തമ്മില് ഒരു കോംബോ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. അത് അനീഷും അനുമോളും എടുത്തു എന്നല്ല പറയുന്നത്, ലാലേട്ടനും ബിഗ് ബോസ് ശ്രമിച്ചു എന്നുവെച്ചാൽ ഇവരെ രണ്ടുപേരെയും കോംബോ ആക്കാനായിട്ട്. കാരണം ആ ഒരു ഉല്ലാസയാത്ര ടാസ്കിന്റെ സമയത്ത് അനുമോള് പുറകിയിരുന്ന് അനീഷിന്റെ തലയിലെ വെള്ള മുടിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല ലാലേട്ട, ചിരിച്ചുകൊണ്ട് ബ്ലഷ് അടിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെയൊന്നും അല്ല ലാലേട്ട, ഞാനത് വെള്ളമുടി എടുത്തു കൊടുത്തതാണ്. അപ്പൊ അക്ബർ ഉടനെ അവിടുന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട്, വെള്ളമുടിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിട്ടില്ല, ഇനി ഉണ്ടാവും അനുമോളെ, എടുത്തു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു എന്ന് അക്ബർ പറയുന്നുണ്ട്. പിന്നെ സോഫയുടെ ബാക്കിൽ അനുമോൾ കിടന്നപ്പോ പില്ലോയും പിന്നെ ബ്ലാങ്കറ്റും ഒക്കെ അനീഷ് കൊണ്ട് എടുത്തു കൊടുത്ത ആ ഒരു കാര്യം ഒക്കെ ലാലേട്ടൻ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അവിടെയുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു, ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് അവിടെ പലരും അറിഞ്ഞത്. എന്തായാലും അനീഷും അനുമോളും തമ്മിലൊരു കോംബോ സെറ്റാക്കാനായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ബിഗ് ബോസിന് ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്. അത് ലാലേട്ടനും ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഒട്ടാൻ വേണ്ടിയുള്ള പശ ലാലേട്ടൻ ഒട്ടിച്ച് കൊടുത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു അവിടെ. എന്നുവെച്ചാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ ഉണ്ട്. അനീഷ് ഏട്ടനെ പോലെയാണ് അനുമോൾക്ക്, അനുമോള് അനിയത്തിയെ പോലെ തന്നെയാണ് അനീഷിന്. അത് അനുമോളെന്നല്ലാതെ അനീഷ് വേറൊരു വാക്ക് അവിടെ വിളിച്ചിട്ടില്ല, ഇടി പോടിന്നൊന്നും അനുമോളെ വിളിച്ചിട്ടില്ല. അപ്പൊ അവര് തമ്മിൽ ആ ഒരു ഡൈനാമിക് ആണ് ഉള്ളത്. ക്രഷ് ഉണ്ടെന്ന് അനീഷ് പറഞ്ഞത് വളച്ചൊടിച്ചതാണ്. ഇത് ക്രഷ് ഉണ്ടെന്നൊന്നും അല്ല അനീഷ് ഉദ്ദേശിച്ചത്. ഒരിഷ്ടം, ഒരു സ്നേഹമുണ്ട് എന്നാണ് അനീഷ് ഉദ്ദേശിച്ചത്. അതിപ്പോ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ബ്രദർഹുഡിന്റെ അകത്ത് എന്താണ് സ്നേഹമില്ലേ, സിസ്റ്റർഹുഡിന്റെ അകത്ത് എന്താണ് സ്നേഹമില്ലേ, ലവ് കോംബോ ഒക്കെ ആയാൽ മാത്രമേ സ്നേഹമുള്ളൂ. അങ്ങനെയൊന്നും ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നി കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കുന്നു, മസാജ് ആയിട്ടൊക്കെ എനിക്കും ഫീൽ ചെയ്തിരുന്നു. പക്ഷെ മസാജ് അല്ലായിരുന്നു. അത് അനുമോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മസാജ് ഒന്നും അല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വെറുതെ ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഷാനവാസുമായിട്ടായിരുന്നാലും ഇത് തന്നെയായിരുന്നു, ഒരു കോംബോ ഒപ്പിച്ച് അനീഷിന് കൊടുക്കണം. അത് ബിഗ് ബോസിനൊന്നും നിർബന്ധമുള്ള പോലെയാണ്. പക്ഷെ കോംബോ എപ്പോഴും അനീഷിന് ഒരു അധികപ്പറ്റായിട്ടേ ഉള്ളൂ. ഈ ഒരു കോംബോ അധികപ്പറ്റാവും. കാരണം ഇത് ഒന്നെങ്കിൽ ജിൻഡോ കാക്ക എന്നുള്ള പോലത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കണം, അല്ലെങ്കിൽ ഒരു ലവ് കോംബോ പ്രോപ്പർ അങ്ങനത്തെ ഒരു സാധനം ആക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. രണ്ടും നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതി. ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നതാണ് അനീഷിന് എപ്പോഴും നല്ലത്. ആരുടെയും ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഇവിടം വരെ എത്തിയത്. ഇനി മുമ്പോട്ട് പോയി കപ്പ് നേടാനും അനീഷിന് ആരുടെയും സപ്പോർട്ട് വേണ്ട. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ കോംബോ കിട്ടിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ എല്ലാ സീസണിലും ഉള്ളതാണ്. അതിലൊന്നും വീഴാതെ അനുമോളെ സിസ്റ്റർ സോൺ അടിക്കുന്നതായിരിക്കും അനീഷിന് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അനീഷ് ഏട്ടാ എന്നാണ് അനുമോള് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ആംഗിൾ ഫീൽ ചെയ്തിട്ടില്ല ഇവരുടെ ഡൈനാമിക്കില്. അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.